ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പുട്ടും പരിപ്പ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് പച്ചക്കായും അതേപോലെ പരിപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയാണേ. പിന്നെ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കറിയും കൂടി റെഡിയാക്കണം. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സിറ്റ് ഔട്ടിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. നല്ലപോലെ പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാർപ്പറ്റൊക്കെ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ജോലിയാണേ. അപ്പോൾ ആ തന്നെ ഞാൻ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് ഞാൻ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്നത്. ഭയങ്കര വെയിൽ വേണ്ട ചെടികളല്ല, അത്യാവശ്യം വെയിൽ സർവൈവ് ചെയ്യുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒരു സൈഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം കാർപ്പറ്റ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലും കുറച്ച് ചെടികളുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റണം. എൻ്റെ ചില വൈറ്റ് പോട്ടൊക്കെ കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ അടിച്ച് കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴേക്കും ആഹിലും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ട്. കൂടെ ആലിമും ഉണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിനോട് ഞാൻ വേഗം ആ സൈക്കിളൊക്കെ ഒന്നെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളുടെ ചപ്പലൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ്, പിന്നെ ആലിമിൻ്റെ ആ ഒരു കുഞ്ഞു ബൈക്ക്, ആലിമിൻ്റെ അല്ല കേട്ടോ, ആഹിലിൻ്റെ ആണ്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതാ കാർ പോർച്ച് കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. ആഹിലിന് എന്താണെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം തുടങ്ങി ഭയങ്കര ആവേശമാണ് ജോലികളൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര മടിയാണ്. ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോൾ വേഗം വന്നാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും കേട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ജോലിയൊക്കെ കൊടുത്തു ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചെടി വെക്കുന്ന ഒരു പോട്ട് വെക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ. കാരണം ചെടി അവിടെ ഫിക്സഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് തേച്ച് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആലിമിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആലിമ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കി നടക്കുന്നതാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അവൻ്റെ മേത്തേക്കൊന്ന് കൊണ്ടിട്ടുണ്ട്. ഇതാണ് വേഗം കൂടെ മാറിയത് കേട്ടോ. അപ്പോൾ ആ ചെളിയൊക്കെ ആയ പക്ഷെ ആഹിലൊന്ന് ഒരു സ്ക്രബ്ബറും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകുന്നുണ്ട്. എൻ്റെ ഈ ഒരു സിറ്റ് ഔട്ട് എപ്പോൾ ക്ലീൻ ചെയ്താലും അതേപോലെ തന്നെ കിടക്കുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് പൊടിയും അഴുക്കും പിടിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ റോഡുമായിട്ട് വലിയ അകലമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കയറുകയും ചെയ്യും കേട്ടോ. അതിപ്പോൾ മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും രണ്ട് സെയിമായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നുണ്ട്. പിന്നെ വേനൽക്കാലത്തേക്കാളും കുറച്ച് എന്താ പറയുക കുറവാണ് മഴക്കാലത്ത്. എങ്കിലും ചെളിയും വെള്ളമൊക്കെ അത്യാവശ്യം നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആഹിലിന് ഈ ഒരു വീഡിയോയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര നാണമുള്ള ഒരു ടൈപ്പാണ്. അങ്ങനെ ഫേസ് ചെയ്തൊന്നും ഇരിക്കുകയൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പോണ കണ്ടപ്പോൾ തന്നെ ആൾ വേണ്ടാന്ന് കുറേ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മടിയാണ് വരാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആഹിൽ ആ ലിക്വിഡാണ് അവിടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നടയുണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ അഴുക്ക്. അവിടേക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മെയിൻ ഡോർ ഇങ്ങോട്ട് അടച്ചിട്ടിരിക്കുവാണേ. കാരണം അല്ലെങ്കിൽ അകത്തേക്ക് വെള്ളം കയറും. അപ്പോൾ കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴുകേണ്ടതായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ബാക്കിയുള്ളത് ഞാൻ നമ്മൾ തുടക്കണ ഒരു കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണല്ലോ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി പാണ്ട് പിടിച്ച പോലെ വെള്ളം ഒക്കെ ആയിട്ട് കിടക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാർ പോർച്ചാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കാർ പോർച്ച് അപ്പോഴത്തേനും ഞാൻ ആദ്യം തന്നെ ഒന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ ആഹിൽ ഇതേപോലെ തന്നെ ഒരു സോപ്പൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കാറുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ ഉണ്ട്. ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തുടച്ചതിന് ശേഷം ഇരുന്ന സാധനങ്ങൾ അതേമാതിരി തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ചപ്പൽസ് വെക്കുന്ന സ്റ്റാൻഡും അവൻ്റെ ബൈക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്.
പിന്നെ അടുത്തൊരു ജോലിയാണ് നമ്മളുടെ കാർപ്പറ്റ് ഉണ്ടല്ലോ, നല്ലപോലെ അഴുക്കുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര അങ്ങോട്ട് എഫക്റ്റ് കിട്ടില്ല, ശരിക്കും നല്ലപോലെ അഴുക്കുണ്ട്. ഇത് താഴത്തേക്ക് ഇങ്ങനെ ഊർന്ന് വെള്ളം വീഴുമ്പോൾ നല്ലപോലെ ചെളി അഴുക്കൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സിറ്റ് ഔട്ട് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഓർത്തത് മേളിൽ ക്ലീൻ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്, അതാണ് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് ആയത് കേട്ടോ. ഇനിയിപ്പോ നാളെ മേളിൽ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട്. ഞാനപ്പോ ഒരു കറി കൊണ്ട് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായില്ല, അപ്പൊ വേഗം മുട്ട വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ പച്ചക്കായും പരിപ്പും ചേർത്തൊരു കറിയും പിന്നെ ഈ മുട്ട വറുത്തതും കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. അപ്പം ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ വേഗം. ഇത് 2:30 ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇല്ല, നാളെ മാത്സ് TP ഉണ്ട്. അപ്പോൾ TP ഉള്ളവർക്ക് മാത്രം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയതിന് ശേഷം ചെടികൾ അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. കുറച്ച് കൊമ്പൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ദിവസം അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ പുട്ട് തന്നെയാണ് കേട്ടോ രാവിലത്തെ നമ്മൾ പൊടിയെടുത്തതിൽ ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ കറിയായിട്ട് പരിപ്പ് കറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്കത്തെ ആ ഒരു കറി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു നാളെ ഇപ്പോൾ സാമ്പാർ വെക്കാമെന്ന്. സാമ്പാർ എപ്പോൾ വെക്കുമ്പോഴും ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ നമ്മളടുത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് എന്നാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ള പച്ചക്കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീൻസ് ഇരിക്കുന്നുണ്ട്, കുറച്ച് വെണ്ടയ്ക്ക ഇരിക്കുന്നുണ്ട്, 2 ഉരുളക്കിഴങ്ങ് ഇരിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ പച്ചക്കായ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സവാളയൊക്കെ നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ജോലി എളുപ്പമായി. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ഉച്ചക്കത്തെ കറിയും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞോളും. പിന്നെ ആഹിലിന് പപ്പടം എന്തെങ്കിലും വറുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് വേഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ജോലി എളുപ്പമാണ്. അപ്പോൾ ഒന്നാമത്തേലും നമുക്കിപ്പോൾ രാവിലെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആലും എഴുന്നേറ്റാലും പണിയാണ്. എല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തൊരു ബോക്സിലേക്കൊന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്ട്, കാരണം ഒരു കളർ ചേഞ്ച് വരുമല്ലോ. പിന്നെ ഞാൻ ഓർത്തു ഇരിക്കട്ടെ എന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. അധികം സമയമൊന്നുമില്ലല്ലോ, രാവിലെ തന്നെ നമ്മൾ എടുക്കുമല്ലോ. ഇനിയിപ്പോൾ ഈ ഇരിക്കുന്ന വെജിറ്റബിൾ പീൽ ചെയ്തതും വേസ്റ്റൊക്കെ നമ്മൾ നേരെ ബയോബിനിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതും ഞാൻ ഇതേപോലെ നേരെ തന്നെ കൊണ്ടുപോയി ബയോബിനിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. പിന്നെ നമ്മളുടെ രാവിലെ തുടങ്ങിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി കളക്ട് ചെയ്ത് ഞാൻ രാത്രിയാണ് കൊണ്ടുപോയി ബയോബിനിൽ ഇടാറ്. കൂടെ അതിൽ ചേർക്കാനുള്ള ഒരു ഇനോക്കുലം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആഹില് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ മുട്ട പുളിസേ വേണോന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേണ്ട, നാളെ എടുക്കാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, ഇന്ന് തന്നെ വേണോന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അവിടുത്തെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ നിന്ന് ഉണ്ടാക്കുവാണ് കേട്ടോ. ബുൾസയൊക്കെ അവൻ തന്നെ ഉണ്ടായിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരാൾക്ക് ഉണ്ടാക്കും, പിന്നെ അടുത്ത ആൾക്കും വേണമല്ലോ. അപ്പോൾ അവൻ തന്നെയാണ് ബുൾസൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുട്ടും പരിപ്പും ബുൾസയും. അപ്പോൾ അത് ആലിമിനും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാവുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിക്കാനുള്ള കറികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പും ഉച്ചക്കത്തെ കറിയൊക്കെ കൊണ്ടുപോയി ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ബുൾസൈ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.